ഹലോ നമസ്കാരം. ഞാൻ ഈ ക്ലാസിക് 350 ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായി. ഇപ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ ഓടുകയും ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു യൂസ്ഡ് റിവ്യൂ ആണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഒരു വിഭാഗം പേര് ഈ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്, പക്ഷേ ഒരു വിഭാഗം പേര് മോശം അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എഞ്ചിനുമായി ബന്ധപ്പെട്ട പലരും പറയുന്ന ഒരു കുഴപ്പമാണ് ടാപ്പിൻ്റെ സൗണ്ട്. എനിക്കും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ഓവർ സ്പീഡാണ്. ഇപ്പം പ്രധാനമായും റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് 80 km/h മാക്സിമം ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ 80 റേഞ്ചൊക്കെ പിടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം മെയിനായിട്ടും വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50 to 70 വരെ പോകുന്നതാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 150-200 km വരെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവാം. പലരും പറയുന്നേക്കാം നടുവേദന ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇനി പുറകിലത്തെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല. ഏകദേശം ഒരു 50-70 km കഴിയുന്നതോടെ ചെറിയ രീതിയിൽ കുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കുഷ്യൻ വെക്കേണ്ട ഒരവസ്ഥയാണ് പുറകിലത്തെ സീറ്റിന്. ഹാൻഡിലിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് വൈബ്രേഷൻ. അപ്പോൾ എനിക്കും ഇതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 60-70 റേഞ്ചൊക്കെ ആണെങ്കിൽ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. 80 കടക്കുമ്പോഴാണ് മെയിനായിട്ട് വലിയ രീതിയിൽ വൈബ്രേഷൻ വരുന്നത്. സൈലൻസർ മാറ്റുന്നതിലൂടെ ഒരു പരിധി വരെ ഹാൻഡിൽ വൈബ്രേഷൻ കുറക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ കാര്യമായ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ സെൽഫിൻ്റെ കാര്യം വരെ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതോ ഒരാൾ ഇതിനു മുമ്പ് യൂട്യൂബിൽ റിവ്യൂ ഇട്ടിരുന്നു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചേ തരുന്നുള്ളൂ എന്നൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മറ്റുള്ള ബൈക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ വെളിച്ചം കിട്ടുന്നുണ്ട്. ഇനി ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുറകിലത്തെ ടയർ എനിക്ക് വെറും 18,000 km മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഫ്രണ്ടിലത്തെ ടയർ ഇനിയൊരു 6,000 km ഓടുന്നുള്ള അവസ്ഥയാണുള്ളത്. ഇപ്പോൾ രണ്ടാമത് ഞാൻ മാറ്റിയത് സീറ്റിൻ്റെ ടയറാണ്. സീറ്റിൻ്റെ ടയർ അത്യാവശ്യം ലൈഫും ഗ്രിപ്പൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും ഒരു സാധാരണ ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 60-70 സ്പീഡ് വരെ ഏകദേശം ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ മേലോട്ട് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. അതുപോലെ പുറകിലത്തെ ബ്രേക്ക് ഡ്രം ബ്രേക്കാണ്, ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഫ്രണ്ട് ഡിസ്ക് പാഡ് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. പക്ഷേ പുറകിലത്തെ ബ്രേക്ക് ഷൂ ഏകദേശം 3 പ്രാവശ്യം മാറ്റേണ്ട അവസ്ഥയാണുള്ളത്. ഈ 20,000 km3 പ്രാവശ്യം മാറ്റേണ്ട അവസ്ഥയാണുള്ളത്. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും സർവീസ് സെൻറ്ററിൽ 4,000-6,000 km മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വരുന്നത് കാണാം. പക്ഷേ എനിക്ക് 12,000 km കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈഫ് കിട്ടാൻ വേണ്ടി ഇതിലും കൂടുതൽ കിട്ടിയെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ലൈഫ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടെ ചെയിൻ ടൈറ്റ് ആക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. റോഡിൽ കൂടി പോകുമ്പോൾ പലരും ഗിയർ മാറ്റുമ്പോൾ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാകുന്ന കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഗിയർ മാറ്റുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നതാണ്. ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഈ ക്ലാസിക് അല്ലെ റോയൽ എൻഫീൽഡ് ഉപയോഗിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയ ആൾക്ക് അങ്ങനെ ഒരു സൗണ്ട് വരുന്ന പ്രശ്നം കാണുന്നില്ല. ഹോണിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം കിടില ഹോണാണ്. ഒരു എക്സ്ട്രാ ഹോണിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഇനി ഫ്യൂൽ ഗേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അമ്മീറ്ററും സ്പീഡോമീറ്ററും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്യൂൽ ഗേജ് ഇല്ല, അതൊരു പോരായ്മ തന്നെയാണ്. ഏകദേശം 3 ലിറ്ററാണ് റിസർവ് കപ്പാസിറ്റി പറയുന്നത്. അതും കറക്റ്റൊന്നുമല്ല, അതും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്ക് സാധാരണ റോഡിലൊക്കെ പോകുമ്പോൾ 35-40 km മൈലേജ് കിട്ടാറുണ്ട്. ഹൈവേയിലൊക്കെ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ 40-45 വരെ കിട്ടാറുണ്ട്. എന്തുകൊണ്ട് ഒരു വിഭാഗം പേര് ഈ റോയൽ എൻഫീൽഡ് എടുക്കണ്ട എന്ന് പറയുന്നത് വെച്ചാൽ, ഒന്നാമതായി പറയുന്നത് സ്പീഡ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കമ്പനി വരെ പറയുന്നത് 80 km/h. അപ്പോൾ അതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കുന്നവർ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണാത്തായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് ഒരു മണ്ടത്തരം തന്നെയായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പറയുന്ന കാര്യം പലരും കംപ്ലയിൻസ് ആണ്. ഇതിന് കംപ്ലയിൻസ് കൂടുതൽ തന്നെയാണ്. പക്ഷേ പുതിയ വണ്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടിക്കാണ് കംപ്ലയിൻസ് ഇല്ലാത്തത്. പിന്നെ അടുത്ത് പറയുന്ന കാര്യമാണ് നടുവേദന. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, 200-250 km മുകളിലൊക്കെ പോകുമ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ നടുവേദന ഉണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നടുവേദന കുറയും. അതുപോലെ തണ്ടർബേർഡ് ആണെങ്കിൽ അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ പറയുന്ന കാര്യമാണ് പുറകിലിരിക്കുന്നതിൻ്റെ കംഫർട്ട് കുറവ്. അതൊരു പ്രശ്നം തന്നെയാണ്. അത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഒരു പ്രശ്നം തന്നെയാണ്. ഒന്നുകിൽ കുഷ്യനൊക്കെ എക്സ്ട്രാ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇനി എന്തുകൊണ്ട് ഒരു വിഭാഗം പേര് റോയൽ എൻഫീൽഡ് തന്നെ എടുക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പം ബുള്ളറ്റ് ഒരു വികാരം എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ട്. അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നൊരു കാര്യമല്ല. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു വിഭാഗം പേര് ഈ വണ്ടി എടുക്കുന്നതാണ് വേറൊരു മെയിനായിട്ടുള്ള പ്രശ്നം.
ആ പേർക്കാണ് ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു മിനിമം അത്യാവശ്യം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ വണ്ടി എടുക്കണം. ഈ ഓൾ ഇന്ത്യ റൈഡിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പലരും ക്ലാസിക് 350 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 350യിലാണ് പോകാറുള്ളത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ പോകുന്ന അവർക്കില്ലാത്ത പ്രശ്നമാണ് ഈ നാട്ടിൽ കൂടി വന്ന ഫ്രീക്കന്മാർക്കുള്ള. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നിർബന്ധമായി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. വണ്ടി ഓടിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം, അതുപോലെ ഞാൻ ഈ പറഞ്ഞ കംപ്ലയിൻസൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായെന്നും വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോളം പറയാൻ നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാവും. പഴയ ബുള്ളറ്റായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് വേറൊരു ലെവലാണ്. പക്ഷേ ബുള്ളറ്റിൻ്റെ വികാരമുള്ളവർക്ക് ഈ ക്ലാസിക് 350 അല്ലെ സ്റ്റാൻഡേർഡ് 350 ഒക്കെ ആയിട്ട് തൃപ്തിപ്പെടാനും കഴിയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര നല്ലൊരു അഭിപ്രായമല്ല എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചിലർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ എൻ്റെ ഒരു അവസ്ഥയിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബുള്ളറ്റ് എന്നുള്ള വികാരമുള്ളവർക്കും അതുപോലെ യാത്ര അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവർക്കും ഈ ക്ലാസിക് 350 ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ്സോ അല്ലെങ്കിൽ പോസിറ്റീവ്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുക. നന്ദി.